ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് എൻ്റെ ചെണ്ടുമല്ലി തോട്ടം, ഓണത്തിലെ ചെണ്ടുമല്ലി തോട്ടത്തിലാണ്. ഇന്ന് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം, വെറൈറ്റി അല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ, എന്നാൽ ഏത് മഴയത്തും വെയിലത്തും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ അത് സക്സസ് ആവുന്ന ഒരു മെത്തേഡാണ്. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് ലാസ്റ്റിലേ കാണിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ഥിരം ചെയ്യുന്ന കണക്ക് നമ്മുടെ ഈ എടുക്കുന്ന പുറമെ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇത് ശിഖരങ്ങളെ കട്ട് ചെയ്യണം. രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ആപ്പ് കണക്ക് സ്ഥിരം പരിപാടിയാണ്. ആപ്പ് കണക്ക് ചെത്തിയെടുക്കുക. ആപ്പ് കണക്ക് ചെത്തിയെടുത്തതിന് ശേഷം താണ്ടണ്ട. അപ്പോൾ ആപ്പ് കണക്കായ രണ്ട് സൈഡിലും തൊലി വേണം, കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നടുക്കൂടെ ഒരു ബ്ലേഡിൻ്റെ ഒരു ശകലവും കൂടെ അര ബ്ലേഡിൻ്റെ ശകലവും കൂടെ അങ്ങോട്ട് ആക്കിയതിന് ശേഷം ഇങ്ങനെ അകത്തി ബ്ലേഡിന് വലിച്ചൂരി എടുക്കുക. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് താത്ത് വെക്കുക. ഈ തൊലികൾ കങ്ങളിൽ ചേർന്നിരിക്കണം. പലർക്കും സക്സസ് ആവാതെ മെയിൻ പ്രശ്നം പറഞ്ഞ് ഒരുപാട് എഴുതണം. പലരും സക്സസ് ആവുന്നില്ല, ഒരുപാട് സക്സസ് ആയെന്നും പറഞ്ഞു. അപ്പോൾ തൊലി കങ്ങളിൽ ചേർന്നിരിക്കണം. ഇനി നമ്മളെ സാധാരണ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്ത് സാധാരണ ഇതിലൊരു 8-9 ചെയ്യാം. പക്ഷേ ഒരെണ്ണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി പിന്നെല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്ത് നല്ല വൃത്തിയായിട്ട് മുറുക്കിയാൻ കെട്ടണം. സമയം കൂടുതലുണ്ട്. ലാസ്റ്റാണ് ക്ലൈമാക്സ്. അതാണ് നിങ്ങൾക്ക് മഴയത്തും വെയിലത്തും ഗ്രാഫ്റ്റ് ചെയ്യാവുന്നൊരു മെത്തേഡ് ഞാൻ കാണിക്കും. സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ വീട്ടിലുള്ള സാധനമാണ്. എന്തായാലും ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ ശേഷം നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിപ്പപ്പ് കവർ. ഈ സിപ്പപ്പ് കവറിനകത്ത് നമുക്ക് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ പേര് വേണേൽ എഴുതി വെക്കാം. നമ്മൾ മാർക്കർ കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. വൃത്തിയായിട്ട് സിപ്പപ്പ് കവർ അങ്ങോട്ട് ഇടുക. അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കൊരു സംഭവം സസ്പെൻസ് ഉണ്ട്. അതാണ് എൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ. നല്ല വൃത്തിയാ ടേപ്പ് ഇട്ടാൽ കെട്ടുക. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി. ഇനി ഒരു 7 എണ്ണം കൂടെ ചെയ്യാനുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്ന മിക്കവാറും കളഞ്ഞിട്ട് നിങ്ങൾ പോകും. അതുകൊണ്ട് ഞാൻ ബാക്കി നിങ്ങൾ തന്നെ ചെയ്തു വിടുക. ഇനിയാണ് സസ്പെൻസ്. നമ്മളെ വീട്ടിലെ പഴയ കുട, ഒടിഞ്ഞ കുടയും കീറിയ കുടയും കാണാം. ഇങ്ങനെ കുടയും കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ ഹോളുള്ള പൈപ്പ് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ആ മരത്തിന് മുന്നിൽ നമ്മൾ വൃത്തിയായിട്ടങ്ങ് തറയിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ മഴയത്തും വെയിലത്തും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. മഴ നനയില്ല, വെയിൽ കൊള്ളില്ല. അപ്പോൾ ചെടി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ, വളരെ സക്സസ്സാണ്. ഒരു 8-9 കളർ ഇന്നത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് തറയിൽ ഉറപ്പിക്കണം കേട്ടോ, നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇട്ടാലും മതി. പോയിക്കോട്ടെ, തറയിൽ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ കുട, പഴയ കുടകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ, ഒന്നും കളയണ്ട. ഓക്കെ, ശരി.